എല്ലാവർക്കും നമസ്കാരമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്നുള്ളത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. മറ്റാരുമല്ല, ഇന്നത്തെ ഞങ്ങളുടെ താരം ഞങ്ങളുടെ ടോബിയാണ്. അപ്പോൾ ടോബിയുടെ ഒരുപാട് വീഡിയോ നമ്മുടെ യൂട്യൂബിലും നമ്മുടെ ഫേസ്ബുക്കിലും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇത് പറ്റി അപ്പോൾ ഇതിൻ്റെ കാര്യം പറയാനുള്ള കാരണം എന്ന് പറഞ്ഞത്, എന്നോട് കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിരുന്നു ഇതിൻ്റെ ഒരു കുഞ്ഞിനെ കിട്ടാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. പിന്നെ ഇത് എവിടെയാണെന്ന് വാങ്ങിച്ചതെന്ന് ചോദിച്ചു. പിന്നെ എന്താ പറയുന്നത്, എന്നെ വളർത്താൻ ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാനൊന്നുകൂടെ പറയാം. എന്താ പറയുന്നത്, ഞങ്ങൾ ഒരുപാട് പെറ്റ്സിനെ ഇതുപോലെ വളർത്തിയിട്ടൊന്നുമില്ല. ഇവനിപ്പോൾ ഏതാണ്ട് 4 വർഷമായില്ലേ, 4 വയസ്സായി. അപ്പോൾ 4 വയസ്സിൽ അപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവൻ ഫസ്റ്റ് കോട്ടല്ല കേട്ടോ, ഇപ്പം നന്നായിട്ട് രോമം പൊഴിയുന്നുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു സെക്കൻഡ് കോട്ടാണെന്ന് തോന്നുന്നു, ഫുൾ കോട്ടല്ല. എന്തൊക്കെ ഈച്ചയോ? അപ്പം എന്താ പറയുക, നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു അങ്ങനത്തെ പോലെ നമ്മളോടൊപ്പം ഇണങ്ങിയ ഒരാളാണിത്. പക്ഷേ എന്നും പറഞ്ഞ് പുറത്തുനിന്ന് ഒരാൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആളുടെ വിഷയം അങ്ങ് മാറും, എന്താ പറയുക, സ്വഭാവം അങ്ങ് മാറും. പിന്നെ ഇതിന് ആഹാരം കൊടുക്കുന്നത്, നമ്മളീ പറഞ്ഞൊരു മാവേലി വരുന്നവർ വന്നു ഇദ്ദേഹത്തെ കാണുന്നു, ആഹാരം കൊടുക്കുന്നെങ്കിൽ പോലും ഇതിനെ കൃത്യമായ രീതിയിൽ പരിപാലിക്കുന്നത് ലിജിയ. ഈ വീട്ടിൽ അമ്മുവും ലിജിയും അച്ചുവൊക്കെ ഉണ്ടെങ്കിൽ പോലും ശരിക്കും ഏറ്റവും കൂടുതൽ ഏറ്റവും ഇഷ്ടം അവൻ്റെ അമ്മയോടാണ്. ഇന്നലെ ഞങ്ങൾ വന്നിരുന്നിട്ട് ഞാൻ ചുമ്മാതെ ഇങ്ങനെ ഇവിടെ വന്നിരുന്നിട്ട് ഞങ്ങളിങ്ങനെ അവളിങ്ങനെ കൈ പൊക്കി, ഞങ്ങളിങ്ങനെ കയ്യിൽ ഇങ്ങനെ അടിച്ചു സമയത്ത് ഓടി വന്നിട്ട് ഇടയ്ക്കോട്ട് വന്നിട്ട് കൈ തള്ളി മാറ്റി. അപ്പോൾ അങ്ങനെയൊക്കെ എൻ്റെ കൊച്ച് ഭയങ്കര ആക്റ്റീവാണ്. അല്ലേ കുഞ്ഞിൻ്റെ വീഡിയോ പറയാൻ അതുകൊണ്ട് അങ്ങോട്ട് നോക്കി ഹായ് പറഞ്ഞു. എല്ലാവരും പറഞ്ഞു എന്നൊരു എല്ലാവരും പറഞ്ഞ് ലൈക്ക് ചെയ്യാൻ. ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ആരാ മക്കളെ ഗേറ്റിന് അവിടെ വന്നതെന്ന് പറഞ്ഞാൽ ഉടനെ അങ്ങോട്ട് നോക്കും. അങ്ങനെയൊക്കെ ഒരു കാര്യമുണ്ട്. നല്ല എന്താ പറയുക, വിശ്വസിച്ച് നമുക്ക് കിടന്ന് ഉറങ്ങാം ധൈര്യമായിട്ട്. പിന്നെ പുറത്തുനിന്നും ഒരു പക്ഷേ ഒരാളൊന്നും ആഹാരമൊന്നും കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കത്തൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉണ്ട് എൻ്റെ കുഞ്ഞിന്. എന്താ കളെ വാച്ചാ അപ്പോൾ ഇവനെ ചെറുപ്പം മുതലേ ഉള്ള കാര്യങ്ങൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം, ഒന്ന് പറഞ്ഞേടേ. ഇവനെ ഒരു 35 ദിവസം പ്രായമായപ്പോഴാണ് കൊണ്ടുവന്നത്. അന്ന് നമ്മൾ ഇവന് സെർലാക്കായിരുന്നു കൊടുത്തിരുന്നത്, പാലിൽ ചെറിയ. അതിനും പെട്ടെന്ന് നമുക്കിങ്ങനെ ചാർജും കൂടെ പറയാം. ഇതിനെ ഞങ്ങൾ കൊണ്ടുവന്നു എന്ന് പറയുന്നത് നമ്മുടെ പറക്കോടുള്ളൊരു എന്തായിരുന്നു കടയുടെ പേര് അറിയത്തില്ല, ഒരു പെറ്റ്സിൻ്റെ ഒരു കടയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാനിതുപോലെ ഓൺലൈൻ വഴിയൊക്കെ നോക്കി ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിലില്ലായിരുന്നു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ്റെ അങ്ങോട്ട് വീട്ടിൽ നിന്ന് എടുത്ത് തന്നതാണ്. അന്ന് 17-19 അങ്ങാണ്ട് റേറ്റ് ആയിട്ടുണ്ട് അന്ന് കുഞ്ഞിനെ കൊണ്ടുവന്നത്. ഏകദേശം 30 ദിവസം ഉള്ളപ്പോൾ കൊണ്ടുവന്ന. അന്ന് ഞാൻ ഇവിടെ ഇല്ല, ഞാൻ ദുബൈയിലായിരുന്നു. ഇവർ രണ്ടുപേരും അപ്പോൾ എടുത്തുകൊണ്ട് വന്നേ. 35 ദിവസം അന്ന് മുതലുള്ള ആഹാര ക്രമീകരണങ്ങളൊക്കെ എന്ന് പറഞ്ഞു. അന്ന് സെർലാക്കായിരുന്നു കൊടുത്തിരുന്നത്. ചൂടുവെള്ളം തിളപ്പിച്ച് അതിനകത്ത് ആ സെർലാക്കിൻ്റെ പൊടി, പെറ്റിനൊക്കെ കൊടുക്കുന്ന ഡോഗ്സിനൊക്കെ കൊടുക്കുന്ന സെർലാക്കിൻ്റെ പൊടിയാണ് അവന് കലക്കി കൊടുത്തത്. ഒരു 6 മാസം വരെ അങ്ങനെയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞിട്ട് പിന്നെ പപ്പിയുടെ ഒരു പിടികിരിയുണ്ട് പപ്പി, അതിനകത്ത് ഫ്രൂട്ട്സുകളും വെജിറ്റബിളും ചേർന്ന ഒരു ഐറ്റം ഉണ്ട്, അതായിരുന്നു വാങ്ങിച്ച് കൊടുത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് 6 മാസം വരെ അങ്ങനെ സെർലാക്കും പിടികിരിയും കൂടെ കൊടുത്ത്, അത് കഴിഞ്ഞിട്ട് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ തൈരും ചോറും കൊടുക്കുമായിരുന്നു. അത് ഭയങ്കര ഇഷ്ടമാണ്, ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പൊന്നും ഇടരുത്, വെറും തൈരും ചോറും ഇങ്ങനെ പുരട്ടി കൊടുക്കുമ്പോഴത്തേക്ക് ചെറുതായിട്ട് ഇച്ചിരി കൊടുക്കുമായിരുന്നു. അങ്ങനെ കഴിച്ച് 1 വർഷം വരെ അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന പിടികിരിയും സെർലാക്കും പിന്നെ ചോറും തൈരും ഇങ്ങനെയായിരുന്നു. പിന്നെ മുട്ടയൊക്കെ കഴിക്കും, എന്നാലും അവന് അത്ര പ്രിയമില്ല. മുട്ട കഴിക്കുമെങ്കിലും വലിയ പ്രാധാന്യമൊന്നുമില്ല. പിന്നെ ഇറച്ചി, ബീഫും വലിയ, അതായത് ബീഫ് ഇയാൾക്ക് കഴിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നൊരു ദിവസമൊക്കെ നല്ലപോലെ ബീഫ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 2 ദിവസത്തേക്ക് ആഹാരം കഴിക്കത്തില്ല. പക്ഷേ ചിക്കൻ ഇഷ്ടം പോലെ കഴിക്കും. മീൻ എല്ലാ മീനും കഴിക്കത്തില്ല, കിളിമീൻ കഴിക്കത്തില്ല. പിന്നെ ഇതൊക്കെ കഴിക്കാത്ത ചൂട കഴിക്കത്തില്ല. അതായത് വലിയ മീൻ, തുണ്ടൻ മീനൊക്കെ കഴിക്കും. കുറിച്ചി കഴിക്കത്തില്ല. മത്തി ഒട്ടും കഴിക്കത്തില്ല. മത്തി ഇയാൾ ഇഷ്ടമല്ല. എന്നാൽ മത്തിയുടെ മീൻ മത്തിയുടെ നെയ്യാൾക്ക് നല്ലതാണ്. പക്ഷെ അതിന് പകരമായിട്ട് നമ്മൾ ആ ഇതിൻ്റെ അടുത്ത് ഷാർക്ക് ഓയിൽ പറഞ്ഞുകൊണ്ടായി നോക്കുന്നത് കണ്ടോ. ഇത് ഷാർക്ക് ഓയിൽ ഏറ്റവും നല്ല സാധനമാണ്, ഇതിൻ്റെ ഹെൽത്തിക്ക് നല്ലത്. നമുക്ക് വേണോ? അങ്ങനെ തന്നുകൂടാ, കുറച്ച് തരാം, ഇച്ചിരിയും തരാം, വെച്ച് തരാം. ഭയങ്കര ഇഷ്ടമാണ് ഷാർക്ക് ഓയിൽ. ഈ ഷാർക്ക് ഓയിൽ കൊടുക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നന്നായിട്ട് ഇവൻ്റെ ഈ രോമമൊക്കെ ഉണ്ടല്ലോ, നല്ല ഗ്രോത്ത് ആവും, നല്ല കളറാവും, നല്ലതാണ്. ഭയങ്കര ഇഷ്ടമാണ്. മരുന്നുകളെല്ലാം കഴിച്ചോളും, പക്ഷേ ഗുളിക കഴിക്കാൻ പാടാണ്. ഗുളിക കഴിക്കത്തില്ല, മരുന്ന് എങ്ങനെ കൊടുത്താലും കഴിച്ചോളും. പിന്നെ അത് കഴിഞ്ഞിട്ട്
ഇപ്പം അവന് രാവിലെ ഫുഡ് വേണ്ട, അവൻ രാവിലെ ഫുഡ് കഴിക്കത്തില്ല. അവനൊരു 6 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് കൊടുത്തില്ലേലും അവൻ നമ്മളെ വിളിക്കും. ആ സമയത്ത് അവൻ വയറ് നിറച്ച് ആഹാരം കഴിക്കും. പിന്നെ അതുപോലെ ഇത് വളർത്താൻ ആഗ്രഹിക്കുന്ന, ഇത് പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് വളർത്തിയ ആൾക്കാരോട് നമ്മളിത് പറയേണ്ട ആവശ്യമില്ല. പുതിയതായിട്ട് ഇതിനെ വളർത്താൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം, ഒരാവേശത്തിന് എന്താ മക്കളെ, ഒരാവേശത്തിനൊന്നും ഇതിനെ വളർത്തരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ. ഒരു വർഷം വരെ ഇതിനെ നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ തന്നെ നോക്കണം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നാടൻ എന്താ പറയുക ഡോഗ്സിനെയൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാരി കൊടുത്ത് തിന്നാൽ മതി. ഇതെല്ലാം പോട്ടെ, നിസ്സാരം പറഞ്ഞാൽ നമ്മളിതിന് പാല് കൊടുക്കുന്നത്, നമ്മൾ സാധാരണ പട്ടിയൊക്കെ എന്താ പറയുക പാല് കൊടുക്കാൻ പറയുമ്പം ആൾക്കാർ ചൂടാക്കി കൊണ്ടുവന്നിട്ട് അങ്ങ് കൊടുക്കും, ഇഷ്ടംപോലെ കൊടുക്കും. പക്ഷെ അങ്ങനെ കൊടുക്കാൻ പാടില്ല. ഏതാണ്ട് ഒരു വർഷം വരെയെങ്കിലും, 1 വർഷം 1.5-2 വർഷം വരെ ആയാലും പാല് ഞങ്ങൾ ഇതുവരെ കൊടുത്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഞങ്ങൾ ഇതിനെക്കുറിച്ച് വലിയ അറിവുള്ള ആൾക്കാരൊന്നുമല്ല, പക്ഷേ നമ്മുടെ ടോബിയെ വളർത്തിയ കാര്യങ്ങളാണ് ഞങ്ങൾ ഈ പറയുന്നത്. അവർ അന്ന് ഇതിനെ കൊണ്ടുവന്ന സമയത്തും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1 ഗ്ലാസ് പാല് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ 1 ഗ്ലാസ് പാലിൻ്റെ കൂടെ 2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത്, ചൂടുവെള്ളം മിക്സ് ചെയ്ത് പാലും തിളപ്പിച്ച് അങ്ങനെ അത്ര ലൂസായിട്ട് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ സെർലാക്ക് അറിയാമല്ലോ എല്ലാവർക്കും, നമ്മൾ കഴിക്കുന്ന സെർലാക്കല്ല, ഡോഗ്സിന് പ്രത്യേകം ഉള്ളത് കിട്ടും, അത് വാങ്ങിച്ച് കൊടുക്കണം. പിന്നെ പെഡിഗ്രി ഇല്ലേ, പെഡിഗ്രി പല ബ്രാൻഡിൻ്റെ ഉണ്ടെങ്കിലും പിന്നെ അഡൽറ്റിൻ്റെ ഉണ്ട്. പക്ഷേ എല്ലാം ഒന്നും കഴിക്കത്തില്ല കേട്ടോ, എല്ലാ ബ്രാൻഡിൻ്റെ ഒന്നും ഇയാൾ കഴിക്കത്തില്ല. എല്ലാത്തിനും കൊടുത്ത് ഒരിക്കലും വാങ്ങിച്ചുകൊണ്ട് വെച്ച് ഏതാണ്ട് ഒരു 3-4-5 കിലോയുടെ അങ്ങോട്ട് ഒരു പാക്കറ്റ് ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട്, പക്ഷേ അത് കഴിച്ചില്ല. അവസാനം പിന്നെ വേറെ ആർക്കും കൊടുത്തു. എല്ലാം ഒന്നും കഴിക്കത്തില്ല, മറ്റേ വേറെ പട്ടികൾ വന്ന് കഴിക്കുമായിരുന്നു. പിന്നെ അങ്ങേപ്പുറത്ത് എന്താ പറയുക, ആ 4 വീട്ടിലൊക്കെ ഇഷ്ടംപോലെ പട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ എടുത്ത് കൊടുത്ത് ഞങ്ങൾ ഇവിടുന്ന് പറക്കി അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ അത് തിന്നുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് പിന്നെ അവന് ആഹാരം കൊടുക്കുക, 2 നേരം കൊടുക്കണമെന്നാണ്, പക്ഷേ അവൻ 1 നേരമേ കഴിക്കത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ പേവിഷ ബാധയ്ക്കുള്ള ഇഞ്ചക്ഷനുണ്ട്. നമ്മളിവിടുന്ന് വിളിച്ച് പറഞ്ഞാൽ ഡോക്ടർമാർ ഇവിടെ വരും, വന്ന് അവർക്ക് അതിൻ്റെ ഫീസും കൊടുത്തു കഴിഞ്ഞാൽ അവർ വന്നിവിടെ കുത്തിവെക്കുന്ന കാര്യമൊക്കെ ഭയങ്കര രസമാണ്. ഞങ്ങളുടെ ഗ്രില്ലിൻ്റെ അപ്പുറത്ത് ഇവനെ ആക്കിയിട്ട് ഞങ്ങൾ അകത്ത് നിന്ന് ചേർത്ത് പിടിച്ചിട്ട് പുറത്തു നിന്ന് കുത്താൻ പറ്റും. കാരണം അവർ ഇങ്ങോട്ട് വരാൻ സമ്മതിക്കത്തില്ല. എന്നാലും പക്ഷേ എന്താണെന്ന് പറഞ്ഞാലും ഇപ്പോൾ എന്നെ എവിടെയാലും തള്ളിയിട്ടാലും മൈൻഡ് ചെയ്യത്തില്ല. പക്ഷേ അവൻ്റെ അമ്മയുടെ അടുത്തായാലും തൊടു കൊടുക്കുക ചെയ്താൽ പ്രശ്നമാവില്ല. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് കിടക്കുന്നില്ല, ഇങ്ങോട്ട് കിടക്കത്തില്ല, അങ്ങോട്ടേ കിടക്കൂ, വലിയ കാര്യം അവിടോട്ടാണ്. പിന്നെ നമ്മളോടൊന്നും എന്താ പറയുക വിദ്വേഷം കാണിക്കണ്ടല്ലോ എന്നും പറഞ്ഞ് മിണ്ടാതിരിക്കുന്നുള്ളേ ഉള്ളൂ മക്കളെ. പിന്നെ ഞങ്ങൾ വാതിലൊക്കെ തുറന്നിട്ട് പോകാമെങ്കിൽ നോക്കും, അകത്ത് കയറാൻ. പണ്ട് അകത്തായിരുന്നു ഇട്ടിരുന്നത്, പിന്നെ ഇത്രയും വലുതായതിനു ശേഷമാണ് വെളിയിലാക്കിയത്. വെളിയിലങ്ങനെ മനുഷ്യരെ ആയാലും മൃഗങ്ങളെ ആയാലും പൂച്ചയായാലും കീരിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, അതിനെന്നും വെറുതെ വിടത്തില്ല. ഇവിടെ വരാൻ സമ്മതിക്കത്തില്ല. നിസ്സാരം ചേര വന്നതിനെ കടിച്ച് ചേരയുടെ ഒരു കുത്തു വെച്ച് കൊടുത്തത് അന്ന് ഇവിടെ മൂക്കിൻ്റെ കടിയും കിട്ടി, എന്തോ ഇവിടെ അങ്ങോട്ട് കടിയും കിട്ടിയായിരുന്നു അന്ന് ഇവിടെ. പക്ഷെ കടിച്ചൊന്നും പ്രശ്നമല്ല, കടി കൊണ്ടിട്ട് പിന്നെയും ചെന്ന് നമ്മുടെ ഈ എന്താ പറയുക കയറൊക്കെ എടുത്തുകൊണ്ട് വരുന്ന പോലെ ഇങ്ങനെ കടിച്ചെടുത്തുകൊണ്ട് അത് കിടന്നങ്ങ് പെനയോ ചേര എടുത്തുകൊണ്ട് വന്ന് ഇല്ല ഗേറ്റിന് അവിടെ കൊണ്ട് അങ്ങോട്ട് കളഞ്ഞിട്ട് പോയിരുന്നു, അവിടെ ഇട്ടിട്ടിങ്ങ് പോയിരുന്നു. എലിയൊക്കെ പിന്നെ എലിയൊന്നും ഇപ്പോൾ എലി ശല്യമില്ല, വലിയൊരു പന്നിയെലിയെ തല്ലിക്കൊന്ന് ഇവിടെ കൊണ്ടിട്ടിരുന്നു. എന്നിട്ട് അതിന് തുടയൊന്നുമില്ല. പിറ്റേ ദിവസം രാവിലെ ഇവർ എണീറ്റ് വന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഇവിടെ വന്നിട്ട് അതിൻ്റെ അടുത്തോട്ട് പോയപ്പോൾ അങ്ങ് വന്നതും എടുത്തതും ഒന്നും തന്നെ ഇല്ല. അതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് സത്യത്തിൽ. കാക്കയെ പറന്നു പോയ കാക്കയെ അടിച്ചിട്ടു. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ ഫൈനലി പറയാം. ഇത് ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്താ പറയുന്നത്, നല്ല കാശ് ചിലവാകുന്ന ഏർപ്പാടാണ്. ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. അല്ല നമ്മളിപ്പോൾ ഒരു ഇരുന്നുകൊണ്ടൊരു പൊക്കം പറയും, നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. വളർത്തിയിട്ടുള്ള ആൾക്കാർക്കാണ് നന്നായിട്ട് അറിയാം. നമ്മൾ 1-2 രൂപയും കൊണ്ടൊന്നും ഇതിനെ വളർത്താൻ പോയാൽ നടക്കത്തില്ല. കാരണം ഇതിൻ്റെ ആഹാര ക്രമീകരണങ്ങളും അതിൻ്റെ എനിക്ക് തോന്നുന്നു 2 വർഷത്തോളം തന്നെ തോന്നുന്നില്ല ഇതിന് കറക്റ്റ് 3 മാസം 2 മാസം കൂടിയൊക്കെ ഇതിന് അസുഖം ഉണ്ടാവാതിരിക്കാനുള്ള ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കണം. പിന്നെ വർഷം തോറും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ പേവിഷത്തിനുള്ള ഇഞ്ചക്ഷൻ ഇപ്പോൾ ഈ മാസം എടുക്കണം. നമുക്ക് എന്തായാലും ഇപ്പോൾ നാളെ മറ്റന്നാളെ ഡോക്ടറെ വിളിച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നെടുക്കും. ഡേറ്റ് ആയിട്ടുണ്ട്. എന്താ ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ ചൂട് സമയമായതുകൊണ്ട് രോമം ശരിക്കും പൊഴിയുന്നുണ്ട്. അതിപ്പോൾ ഒരു അടുത്ത മഴയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം അങ്ങ് മാറും. പിന്നെ കോട്ട് കൊള്ളാം, നല്ല കളറാണ് മക്കളെ. കുഞ്ഞിൻ്റെ കാര്യമാണ് പറയുന്നത്. ഞങ്ങളിവിടെ ഇരിക്കുന്നതുകൊണ്ട് അനങ്ങാതെ ഇരിക്കുന്നത്. അവിടെ അവിടെ ഇരിടാ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നേരം ആഹാരം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആഹാരം പിന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ 1 വർഷം കഴിഞ്ഞതിന് ശേഷം ഒരു നേരത്തെ ആഹാരം ഞങ്ങൾ കൊടുക്കാറുള്ളൂ. ഒരു നേരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വൈകിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ വൈകിട്ട് കൊടുക്കുന്ന ആഹാരം നിറച്ച് കൊടുക്കണം.
ഒരു ചരുവം നിറച്ചെന്താ പറയുക നല്ല രീതിയിൽ ഓരോ വീട്ടിലും വളർത്തുന്ന രീതിക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ പറയുന്നത് ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളരി ചോറ് കൊടുത്ത് കഴിക്കത്തില്ല. ഞങ്ങൾ ശീലിപ്പിച്ചുകൊണ്ടായിരിക്കും എനിക്കറിയില്ല. കുത്തരിച്ചോറേ കഴിക്കാറുള്ളൂ. റേഷനരി കഴിക്കത്തില്ല കേട്ടോ. ഇയാളിനി ഏത് സങ്കരമാണെന്ന് നമുക്കറിയാൻ പറ്റും. പുറത്തുനിന്ന് നമ്മൾ ബിരിയാണിയൊക്കെ വാങ്ങിച്ചോണ്ട് വന്നാൽ അത് അങ്ങനെ കഴിക്കത്തില്ല. അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. ഇയാൾക്ക് അങ്ങനെ വലിയൊരു എന്താ പറയുന്നത് കുറച്ച് രീതിയൊക്കെ ഉള്ള ഒരാളാണ്. പിന്നെ കൂടുതലും എരിവകകളൊന്നും കൊടുക്കരുത്, മധുരം കൊടുക്കരുത്. പിന്നെ പാലിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞെങ്കിൽ പോലും നമ്മൾ പശുമ്പാൽ കൊടുത്തു കഴിഞ്ഞാൽ കുടിക്കും എന്നും പറഞ്ഞ് നമ്മൾ കവർ പാല് മിൽമയുടെ പാലൊന്നും കൊടുത്തു കഴിഞ്ഞാൽ കുടിക്കത്തില്ല. അഥവാ കുടിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അദ്ദേഹം പോയി അവിടെ എന്താ പറയുക വൈറലാകും. അങ്ങനെ ഛർദ്ദിക്കുകയൊക്കെ ആഹാരം കഴിക്കത്തില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു വന്നതല്ല ആഹാരം കൊടുക്കും. നമ്മൾ ഒരു ചില ദിവസങ്ങൾ എന്തെങ്കിലും ഒരു പക്ഷേ ഇദ്ദേഹത്തിന് എന്താ പറയുന്ന ആഹാരം കഴിക്കുന്നില്ല, ഒരു ദിവസം കഴിഞ്ഞു, രണ്ടാമത്തെ ദിവസം കൂടെ ചിലപ്പം കഴിക്കാതിരുന്ന് രണ്ടാമത്തെ ദിവസം ഫുള്ള് വേണ്ടി വരത്തില്ല. അതിനുമ്പോൾ ആഹാരം കഴിക്കുവാണെങ്കിൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ 2 ദിവസം ആഹാരം കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, ഡോക്ടറെ കാണിക്കണം. ഞങ്ങളാണെങ്കിൽ ഇവിടെ സ്ഥിരമായിട്ട് മരുന്നുകളും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചില നേരത്തൊക്കെ ചില ഫുഡുകളൊക്കെ ഞങ്ങൾക്ക് പിടിക്കാതൊക്കെ വരും. പിന്നെ പരമാവധി ഇങ്ങനെ ചെറിയ ചെറിയ സ്നാക്സുകൾ ഞങ്ങൾ വീഡിയോയ്ക്ക് വേണ്ടിയൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ചെറിയ എന്തെങ്കിലും ബിസ്ക്കറ്റിൻ്റെ ഒരു ലേശമേ കൊടുക്കാറുള്ളൂ. പരമാവധി മധുരം കൊടുക്കരുത്. അങ്ങനെയാണ്. പിന്നെ തണ്ണിമത്തനൊക്കെ കഴിക്കുമെങ്കിൽ ഏറ്റവും നല്ലത് കൊടുത്തു നല്ലതായിരിക്കും. ആപ്പിളൊക്കെ കൊടുത്താൽ നല്ലത് കഴിക്കും. പിന്നെ മുന്തിരിങ്ങയൊക്കെ കൊടുത്തുവിടാ. മുന്തിരിങ്ങ അതിന് കൊടുത്തുവിടാന്ന് പറയുന്നത് കേട്ടു. മുന്തിരിങ്ങ കൊടുത്തുവിടാ. ഡാർക്ക് ചോക്ലേറ്റ് കൊടുത്തുവിടാ. ചോക്ലേറ്റ് ഐറ്റമേ കൊടുക്കരുത്, മധുരം കൊടുക്കരുത്. പിന്നെ ഒരു കാര്യം ഞാൻ ഇത് കണ്ട്, പക്ഷേ ഇവനെ ഞാൻ കൊടുത്ത് ശീലിച്ചിട്ടില്ല. നമ്മളിതുണ്ടല്ലോ മത്തൻ നമ്മുടെ വലിയ മത്തങ്ങ കട്ട് ചെയ്ത് പുഴുങ്ങി കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കുമെന്നാണ് പറഞ്ഞത്. ഹെൽത്തിക്ക് നല്ലതെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ കൊടുത്തില്ല ഇതുവരെ. പക്ഷേ ദൈവം സഹായിച്ച് കുഴപ്പമൊന്നുമില്ല. ഞങ്ങളുടെ കൊച്ചിന് നല്ല ആക്റ്റീവാ. മക്കളെ കുഞ്ഞു അപ്പോൾ ഈച്ച വരുന്ന കേട്ടോ. അയ്യോ കൈ വെക്കാനായത്. മക്കളെ ഇപ്പം ഇപ്പം നോക്കണേ. ഗേറ്റിനോട് ആരാ? ആരാ കുഞ്ഞത്? ആരാ കളെ വന്നേ? അയ്യോ എന്താ ആരാ വന്നെന്ന് ചോദിച്ചാൽ പിന്നെ ശ്രദ്ധ മൊത്തം ഇനി അവിടെ അനക്കം കൂടെ കേട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഞങ്ങളങ്ങോട്ട് തെള്ളിക്കളഞ്ഞങ്ങ് പോകും. അവിടെ പോയി നിൽക്കുക, ഗേറ്റിനോട് പോയി നിന്ന് അതെന്താണെന്ന് തീരുമാനപ്പെടുത്തിയിട്ട് താഴോട്ട് വരത്തുള്ളൂ. കുഞ്ഞാനും അതുപോലെ എന്തെങ്കിലും അസുഖങ്ങൾ കാര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ഓടിയും ചാടിയൊക്കെ കയ്യും കാലും ഒക്കെ എവിടെയൊക്കെ മുറിയാൻ സാധ്യതയുണ്ട്. ശരി, മുറിയുമ്പോൾ ഈ പറഞ്ഞ പോലെ വെച്ചുകൊണ്ടിരുന്ന് പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, നാടൻ പട്ടിയുടെയൊക്കെ കയ്യും കാലും മുറിയുമ്പോൾ ചാരമൊക്കെ വാരിയിരുന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളും വാരിയിട്ടുണ്ട് ഞങ്ങളുടെ പഴയ പട്ടിക്ക്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് ഇഷ്ടംപോലെ മരുന്നുകളൊക്കെ കിട്ടും നമ്മുടെ കൂട്ട് തന്നെ. ആ മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ അത് എന്താ പറയുക ഭേദമാവും. എവിടെ പോവാ? ആരാ കുഞ്ഞേ? ആരുമില്ല, ഇനി വാ. കുഞ്ഞിങ്ങ് വന്നേ, ഇനി വായോ. അവിടെ ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തൊരു പട്ടിയുണ്ട് കേട്ടോ. അത് ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞാൽ ഉടനെ സിഗ്നൽ തരും. വാ, ഇനി വാ മക്കളെ. ഇവിടെ നോക്കി. ആരായിരുന്നു മക്കളെ ഇവിടെ വന്നേ? മക്കളെ മുതരി കുഞ്ഞേ, കുഞ്ഞോ എവിടെ നോക്കി? ആഹാ സുന്ദരനാന്നല്ലോ. നോക്കുന്നുണ്ടോ? കള്ളന്മാരുടെ കൂട്ടിൽ നോക്കുന്നുണ്ടോ? കള്ളന്മാരുടെ കൂട്ടിൽ നോക്കുക കേട്ടോ. ആരാ വന്നേ? ഇവിടെ നോക്കിയേ. ഓ ആരാ?